റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ പ്രവാചക പ്രകീർത്തനങ്ങൾ വരികയാണ്, റസൂലുള്ളാന്റെ ഓർമ്മകൾ വരികയാണ്, ഹബീബായ തങ്ങളുടെ അവദാനങ്ങൾക്ക് വേദിയൊരുങ്ങുകയാണ്. മുഅ്മിനീങ്ങളുള്ള ഇടങ്ങളിലെല്ലാം വിശ്വാസിയാണോ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക? മുഅ്മിനാണോ എങ്ങനെയാണ് തിരുനബി സ്നേഹത്തിന്റെ ഉറവ പൊട്ടാതിരിക്കുക? നമ്മുടെ മകന്റെ ജന്മദിനം നമ്മൾ നന്നായി ആഘോഷിക്കാറില്ലേ? സന്തോഷം കൊള്ളാറില്ലേ? നമ്മുടെ കടയുടെ വാർഷികം വരുമ്പോൾ നമ്മൾ വല്ലാതെ സന്തോഷിക്കാറില്ലേ? അങ്ങനെ തുടങ്ങിയാൽ എത്രയെത്ര സന്തോഷങ്ങളാണ്. എന്നാൽ നമുക്ക് ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? മക്കളല്ല, വാപ്പയല്ല, ഉമ്മയല്ല, സമ്പത്തല്ല, സൗഭാഗ്യങ്ങളൊന്നുമല്ല. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലാ റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അനുഗ്രഹത്തിനൊരു പേരേ ഉള്ളൂ, ആ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്ക് കിട്ടിയ ആനന്ദത്തിനൊരു പേരേയുള്ളൂ, ആ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്കുള്ള അഭിമാനങ്ങൾക്കൊരു പേരേയുള്ളൂ, ആ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മയേക്കാൾ നമ്മെ സ്നേഹിച്ച നേതാവ്, വാപ്പയുടെ പേരു കേൾക്കുന്നതിനു മുമ്പേ, ഉമ്മയുടെ പേരു കേൾക്കുന്നതിനു മുമ്പേ, ആരെങ്കിലും നാം അറിയുന്നതിനു മുമ്പേ നമ്മുടെ വലതുകാതിലൂടെ ഹൃദയത്തിലെത്തിയ പേരാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി ആരാണ്? മോമിനീങ്ങളെ, നമുക്ക് ആഘോഷിക്കാം. ആരെങ്കിലും അതിന് മറുപടി പറയുന്നുണ്ടെങ്കിൽ, എതിരു പറയുന്നുണ്ടെങ്കിൽ, നാം അതിന് മറുപടി കാത്തു നിൽക്കേണ്ടതില്ല, സമയം കളയേണ്ടതില്ല. കാരണം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കരുതെന്ന് പറയുന്നവർ അവിടുത്തെ മാതാപിതാക്കളെ അംഗീകരിക്കുന്നവരല്ല, അവിടുത്തെ മിഅ്റാജ് എന്ന പവിത്രമായ യാത്രയെ സ്വീകരിക്കുന്നവരല്ല, അവിടുത്തെ മക്കളായ അഹ്ലു ബൈത്തിനെ സ്വീകരിക്കുന്നവരല്ല, അവിടുന്ന് ഒരു പാപവും ചെയ്യാത്ത നബിയാണെന്ന് പറയുന്നവരല്ല, ദിവസേന 100-ലേറെ കുറ്റങ്ങൾ ചെയ്ത നബിയാണെന്ന് പരിചയപ്പെടുത്തുന്ന, സാധാരണക്കാരനാണെന്ന് പറയുന്ന, മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയുന്ന, നഊദു ബില്ലാഹ്, അനുയായികളൊക്കെയും അനുയായികളായ താരകതുല്യരായ സ്വഹാബിമാർ അവരുടെ നിഷ്കളങ്കമായ ജീവിതങ്ങളെ അപകടപ്പെടുത്തുന്ന വണ്ണം അവതരിപ്പിക്കുന്ന, മിഅ്റാജ് സ്വപ്നമാണെന്ന് പറയുന്ന, അള്ളാഹുവിനെ കണ്ടെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാത്തൊരു സമൂഹത്തിന്റെ ഏതെങ്കിലും വക്കാലത്തു കിട്ടിയിട്ട് എന്തിനാണ് നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത്? മാറി നിന്നോ, നിങ്ങളുടെ നബി വേറെയാണ്, ഞങ്ങളുടെ നബി വേറെയാണ്. ആ നബിയുടെ മാതാപിതാക്കൾ സ്വർഗത്തിലാണ്, ആ റസൂല് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന നബിയാണ്, ആ റസൂല് ഞങ്ങളെയും കാത്തിരിക്കുന്ന നബിയാണ്, ആ റസൂല് ഞങ്ങളുടെ ഖൽബിന്റെ കഷ്ണമാണ്. ഹയ്യും ഫീ ഖുലൂബിനാ. 1000 കാരിക്കേച്ചറുകൾ വന്നാലും, മോശപ്പെടുത്തിയാലും, കാർട്ടൂണുകൾ വരച്ചാലും, പുസ്തകമെഴുതിയാലും അനങ്ങാത്ത പ്രതിരൂപമാണ് ആ തിരുമേനിയുടെ ആഘോഷങ്ങൾ നാം ആഹ്ലാദത്തോടെ സ്വീകരിക്കേണ്ട നേരമാണ്, റസൂലുള്ളാഹിനെ അറിയേണ്ട നേരമാണ്, ഹബീബായ തങ്ങൾക്ക് ധാരാളം സ്വലാത്തു ചൊല്ലേണ്ട സമയമാണ്, ആ ജീവിതത്തെ വായിക്കേണ്ട സമയമാണ്. ഹുബ്ബുർ റസൂലിന്റെ വേദിയായതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നു. ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഞാനൊരു കാര്യം അറിയാൻ വന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ് മോനെ കാര്യം? കാര്യം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ബദർ മുതൽ പങ്കെടുത്ത സഹാബിയാണ്.
മഹാനരായ മഹാനവറുകൾ വന്നു. മഹാനവറുകൾ പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയണം നബിയെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം? തങ്ങൾ ഇന്നലെ പള്ളിയിൽ വെച്ചിട്ട് ദേഷ്യം പിടിച്ച നേരത്ത് പറഞ്ഞോ, എൻ്റെ വാപ്പയായ മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവ്, കപടവിശ്വാസികളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂലിനെ കൊന്നുകളയാൻ നബിയെ അങ്ങ് പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ വാപ്പ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ മക്കയിലെ കൊടിയ ശത്രു, മദീനയിലെ കൊടിയ മുനാഫിക്ക്, കൊടിയ ശത്രു, ഇസ്ലാമിക പക്ഷത്താണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതെ, ഇസ്ലാമിലല്ലേന്ന് ചോദിച്ചാൽ അല്ല. ഇരുപക്ഷത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാൾ, അയാളുടെ ശർറ് സഹിക്കവയ്യാതെ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അയാളെ ആരെങ്കിലും ഒന്ന് കൊന്നുകളഞ്ഞെങ്കിൽ, ഇതൊന്ന് തീർന്നുപോയെങ്കിൽ എന്ന് പറയുന്നത് പോലെ മഹാനരായ അബ്ദുള്ള എന്നവർ വന്നു. അബ്ദുള്ള ഇബ്നു ഉബയ്യിബിൻ സലൂലിന്റെ മകൻ. മഹാനവറുകൾ വന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ വാപ്പയെ കൊല്ലാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ കാര്യം ഇങ്ങനെയാണ്, ഉപ്പാന്റെ വിഷയങ്ങൾ ഇങ്ങനെയാണെന്നറിയാമല്ലോ, ഈ കാരണങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. മഹാനവറുകൾ അവിടുന്ന് ഒരു വർത്താനം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നേതാവായ നബിയേ, എനിക്കങ്ങയോടൊരു കാര്യം പറയാനുണ്ട്. മക്കയിൽ നബി തങ്ങൾ മദീനയിലേക്ക് വന്ന സമയത്ത് മദീനയിലെ നേതാവായിരുന്ന ആളാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ. അയാള് മദീനക്കാരുടെ നേതാവാണ് നബിയേ. ആ നേതാവിനെ ഒരാൾ കൊന്നാൽ അത് സാമൂഹികമായ വലിയ പ്രശ്നങ്ങൾക്കിടയാക്കില്ലേ നബിയേ? അയാളെ ആരെങ്കിലും അങ്ങയുടെ വാക്കു കേട്ടിട്ട് ചെന്ന് അയാളെ ഇല്ലായ്മ ചെയ്താൽ മദീനയിൽ കലാപമുണ്ടാകുമെന്ന് പേടിക്കുന്നുണ്ട് നബിയേ. എൻ്റെ വാപ്പയായതുകൊണ്ട് പറയുകയല്ല, മദീനക്കാരുടെ നേതാവാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുകയാണ്, എന്താണ് ഈ സ്വഹാബി പറഞ്ഞു വരുന്നത്? നബി തങ്ങളോട് പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ്, അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ, മഹാനവറുകളുടെ ഹബീബായ നബി തങ്ങളോടുള്ള അടുപ്പം എത്രയാണ്. നബി തങ്ങളുടെ മുമ്പിലിരുന്ന് പറയുകയാണ്, എൻ്റെ വാപ്പയുണ്ടല്ലോ ഉബയ്യിബിൻ സലൂൽ, അയാളെ കൊല്ലണമെന്നങ്ങേക്ക് തീരുമാനമുണ്ടെങ്കിൽ. സദസ്സിൽ ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ, അയാളെ നബിയെ അങ്ങേക്ക് കൊല്ലണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിവിടെയുള്ള ആരെങ്കിലും ഒരാളോട് പറയരുത്. അത് പറഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നം സംഭവിക്കാനുണ്ട്. ആളുകൾ പരസ്പരം തമ്മിലടിക്കാനത് കാരണമാകുന്നുണ്ട്. ചോരപ്പുഴ ഒഴുകാനത് കാരണമാണ്. ഗോത്രങ്ങൾക്കിടയിലത് പ്രശ്നമാണ്. എൻ്റെ വാപ്പ ഇവിടുത്തെ നേതാവാണ്, മുനാഫിക്കുകളുടെ നേതാവാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങൊരിക്കലും പറയരുത് നബിയേ, അയാളെ ഒന്ന് കൊന്നുകളയാൻ. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ പറയുകയാണ്, ഓ നബിയേ, എൻ്റെ വാപ്പയായ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂലിനെ കൊല്ലണമെങ്കിൽ ഇവിടെയുള്ള ഒരാളോടും പറയണ്ട, എന്നോട് പറഞ്ഞാൽ മതി. അങ്ങയുടെ കാൽക്കൽ കൊണ്ടുവന്നു തരാം യാ റസൂലല്ലാഹ്. ഒരാളോടും പറയേണ്ടതില്ല, അതിവിടെ വലിയ പ്രശ്നമുണ്ടാക്കും നബിയേ. എൻ്റെ വാപ്പാന്റെ ജീവനാണോ, അങ്ങയുടെ കാൽക്കൽ വെച്ചു തരാം, എന്നോട് പറയൂ നബിയേ. അതെപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി.
അള്ളാഹുവിന്റെ റസൂൽ അമ്പരക്കുകയാണ്. വാപ്പയുടെ ജീവൻ വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാമെന്ന് പറയുന്ന അനുയായിയോട് ഹബീബായ തങ്ങൾ പറഞ്ഞു, പറ്റൂല, വാപ്പയുടെ ജീവൻ എടുക്കാൻ വന്നയാളല്ല ഞാൻ. അതെ, നിങ്ങളുടെ പിതാവ് ഇവിടെ വിശ്വാസികൾക്ക് തലവേദനയാണ്, ശരിയാണ്. അബ്ദുല്ലാഹ് വാപ്പയാണ്, ആ വലിയ പദവിയുള്ള നിങ്ങളുടെ ഉപ്പയാണെന്ന പദവിയിലിരിക്കുന്നയാളോട് ബഹുമാനമില്ലാതെ ഇടപെടാൻ പാടില്ല. വാപ്പയാണ് മോനെ, ആ വാപ്പയോട് നന്നായിട്ടല്ലാതെ സംസാരിക്കാൻ പാടില്ല. എനിക്ക് വാപ്പാന്റെ തല ആവശ്യമില്ല. നിങ്ങളുടെ വാപ്പയുടെ ജീവൻ കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്ക് വേണ്ട. നിങ്ങൾ ആദരിച്ചു ജീവിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ട മകൻ തിരിച്ചു നടക്കുകയാണ്. എന്തൊരു ജീവിതങ്ങളാണ്! വാപ്പയുടെ ജീവനാണോ കാലിൽ കൊണ്ടുതരാം, തിരുമുന്നിൽ കൊണ്ടുതരാം, മടിയൊന്നുമില്ല നബിയേ. അവരാണ് അസ്ഹാബു റസൂലില്ലാഹ്, അസ്ഹാബു റസൂലില്ലാഹ്, അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിയോടൊട്ടി നിന്ന ആളുകൾ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് നമ്മൾ ആരാണെന്നറിയുമോ? നമ്മൾ അവിടുത്തെയോടുള്ള മഹബത്ത് കേട്ടവരല്ലേ. എന്നാൽ അറിഞ്ഞോ, ഹബീബായ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലെ 93-ാം അധ്യായം അവതരിക്കുകയാണ്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ ഫലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. പുന്നാര നബിയേ, പുന്നാര നബിയേ, അങ്ങയുടെ തൃപ്തി എവിടെയാണോ? ആശ തീരുന്നതെപ്പോഴാണോ? പൂതി തീരുന്നതെപ്പോഴാണോ? അതുവരെ അങ്ങേക്ക് തരാൻ അങ്ങയുടെ നാഥനൊരുക്കമാണ് നബിയേ. അങ്ങയുടെ തൃപ്തി, അങ്ങ് തൃപ്തിയായെന്ന് പറയുന്നത് വരെ ലോകരക്ഷിതാവ് അങ്ങേക്ക് തരും നബിയേ. അങ്ങേക്ക് മതിയെന്ന് പറയുന്നത് വരെ അനുഗ്രഹങ്ങളെ വാരിച്ചൊരിഞ്ഞു തരും നബിയേ. അങ്ങേക്ക് മതിയായി ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലാതെ, അങ്ങയുടെ തൃപ്തി അടയാളപ്പെടുത്താതെ അനുഗ്രഹങ്ങൾ നിലച്ചു പോകില്ല നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുന്ന നേരത്ത് ഹബീബായ തങ്ങൾ കരയുകയാണ്. പുന്നാര നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒലിച്ചു വീഴുകയാണ്. താടിരോമങ്ങളിൽ തട്ടി താഴേക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ മിഴിനീര് വീഴുമ്പോ ജിബ്രീൽ തിരികെ വരികയാണ്. യാ റസൂലല്ലാഹ്, അങ്ങ് കരയുന്നതെന്തിനാണ്? അള്ളാഹു ചോദിക്കുന്നുണ്ട്, അങ്ങ് കരയുന്നതെന്തിനാണ്? നബിതങ്ങൾ പറഞ്ഞു, എനിക്ക് തൃപ്തിയാകുന്നതെപ്പോഴാണെന്നറിയുമോ? എനിക്ക് തൃപ്തിയാകുന്നതെപ്പോഴാണെന്നറിയുമോ? എനിക്ക് തൃപ്തിയാകുന്ന സമയമേതാണെന്നറിയുമോ? നബിതങ്ങൾ പറഞ്ഞതു കേട്ട് ജിബ്രീൽ കരയുകയാണ്. കാരണം പറഞ്ഞ വർത്തമാനം ഒരു കടുത്ത വർത്തമാനമാണ്. റസൂലുള്ളാന്റെ തൃപ്തി എവിടെയാണെന്ന് പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ആലോചിക്കുകയാണ്. 1,24,000 വരുന്ന നബിമാരെ കണ്ട ജിബ്രീൽ ഹബീബിനൊപ്പം തേങ്ങുകയാണ്. കാരണം നബി തങ്ങളുടെ തൃപ്തി ഏതാണെന്നറിയോ? മഹാനരായ ജിബ്രീലിനോട് പുന്നാര നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ ഫവല്ലാഹി ലാ അർളാ, ഞാൻ തൃപ്തനല്ല ജിബ്രീൽ, എനിക്ക് തൃപ്തിയാവില്ല ജിബ്രീൽ. ഏതുവരെ? വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ ഉമ്മത്തിൽ നിന്നാരെങ്കിലും ഒരാൾ
നരകത്തിൽ കിടക്കുകയാണെങ്കിൽ ഞാൻ തൃപ്തനല്ല ജിബ്രീൽ. മഹാനരായ ഇബ്രാഹിം നബിയെ ഖുർആൻ പറയുന്നില്ലേ, ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ആരെങ്കിലും എന്നെ പിൻപറ്റിയാൽ എൻ്റെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം, ആർക്കെങ്കിലും വഴിവഴച്ചു പോയാൽ പടച്ചോനെ നീ ആയിക്കോണം. അവിടെ ഇബ്രാഹിം നബി എന്ന ഖലീലുല്ലാഹിയുടെ വർത്തമാനമാണ്, എന്നെ പിന്തുടരുന്നവരെ കൂട്ടിയാൽ മതി. മഹാനരായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കണ്ടില്ലേ? മഹാനവറുകളും പറഞ്ഞത്, അല്ലാഹുവേ എൻ്റെ കൂടെ എന്നെ അനുസരിക്കുന്ന ആളുകളെ ചേർത്താൽ മതി. അല്ലാഹുവേ അവരെ നീ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ എനിക്ക് പ്രശ്നമല്ല. ഫഇന്നഹും ഇബാദുക്, അതെ അവർ നിന്റെ അടിമകളാണല്ലോ, അവരുടെ കാര്യത്തിൽ എനിക്ക് ചർച്ചയൊന്നുമില്ല. അവിടെയാണ് റസൂല് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലേ ഞാനൊന്നിലും തൃപ്തനല്ല, എനിക്ക് തൃപ്തിയാകണോ? എൻ്റെ ഉമ്മത്തിൽ നിന്നൊരാളും നരകം കാണരുത്, എൻ്റെ ഉമ്മത്തിൽ നിന്നൊരാളും നരകം കാണരുത്, എൻ്റെ ഉമ്മത്തിൽ നിന്നൊരാളും നരകത്തിലേക്ക് പോകരുത്. ജിബ്രീലേ അതുവരെ എനിക്ക് തൃപ്തിയാവൂല. ആ ഉമ്മത്തല്ലേ നമ്മെക്കുറിച്ച് നമ്മുടെ വാപ്പയാലോചിക്കുന്നതിന് മുമ്പ്, ഉമ്മ ആലോചിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് കരഞ്ഞ 2 കണ്ണുകൾ ഈ ലോകത്തുണ്ട്. ആ കണ്ണുകളുടെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്ക സ്വലാത്തു ചൊല്ലണം. നമ്മെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ പട്ടിണി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഉമ്മമാര് വേദന സഹിക്കുന്നതിന് മുമ്പ് പല്ല് പൊട്ടി വന്നയാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പല്ല് പൊട്ടി ഷഹീദായി രക്തം വാർന്നയാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് ജനിച്ച നാട് വെടിഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാളെയോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി, വാപ്പയും ഉമ്മയും എല്ലാം നമ്മെ തൊട്ടകലുന്ന നേരത്ത് വാപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, സ്നേഹിതന്മാരാരുമില്ല, അരികിലാരെയും കാണാത്തൊരു സമയം മുഅ്മിനെ നമ്മൾ ഓടിച്ചെല്ലുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയോ? ജന്മം തന്ന വാപ്പ അവിടെ ഉണ്ടാവില്ല, ഉമ്മയുണ്ടാവില്ല, സ്നേഹമുള്ള മക്കളില്ല, ഭാര്യയില്ല. ഖുർആൻ നമ്മൾ ഓടി ഓടി ചെല്ലുന്നത് ആരുടെ അടുത്തേക്കാണ്? യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. നേതാവായ തങ്ങളെ എന്നെ ഒന്ന് മോചിപ്പിച്ചു തരുമോ? വേവലാതിയിലാണ്, പാപങ്ങളിൽ മുങ്ങി മഹ്ശറയിൽ കരഞ്ഞു കലങ്ങി നിൽക്കുന്ന നേരത്ത് വാപ്പ നിങ്ങളെ പിരിയുമ്പോ, ഉമ്മ നിങ്ങളെ പിരിയുമ്പോ മോനേന്നു പറഞ്ഞ് കൈപിടിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവിൻ്റെ ഓർമ്മ പുതുക്കുമ്പോ, ആ നേതാവിനെ പറയാൻ വേദിയൊരുക്കുമ്പോ പറ്റൂലാന്ന് പറയുന്നവനോട് മാറി നിൽക്കടോന്ന് പറയലാണ് ഈമാൻ. അവന് മറുപടി കൊടുക്കേണ്ടതില്ല. നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കൽബിൽ ഹബീബായ നബി തങ്ങളുടെ ഹുബ്ബുർ റസൂലിൽ ഒരുമിച്ച് നടന്ന ആളുകളുണ്ട്, റാലിയിൽ പങ്കെടുത്തവരുണ്ട്, ദിവസങ്ങളായി ഇതിന് കൊടിതോരണങ്ങൾ കെട്ടിയവരുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയവരടക്കം അള്ളാഹു ഇതിൽ സംഗമിച്ച ഓരോ ആളുകൾക്കും വലിയ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിൽ അള്ളാഹു ചേർത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതം വലിയ റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ ഒരുപാട് ആളുകൾ ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ പ്രദേശത്തെക്കുറിച്ച് പറയുമ്പോൾ, മഹാനരായ ഹനീഫ ഉസ്താദ് അടക്കം അള്ളാഹുവിന്റെ ദറജ വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. റബ്ബിന്റെ മുനാജാത്തിലായി അള്ളാഹുവിലേക്ക് തിരിഞ്ഞ ആളുകൾ, അവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? അവർ ജീവിച്ചിരുന്ന മാർഗം ഹക്കാണെന്നുള്ള തെളിവാണ്. അവർ ജീവിക്കുന്ന മാർഗം ഹക്കാണെന്ന തെളിവാണ് അവരുടെ മരണങ്ങൾ. മഹാനരായ മുഹമ്മദ് അലവി മാലിക് തങ്ങൾ വഫാത്താകുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ റസൂലുള്ളാനെ കാണുന്നുണ്ട്, ഞാൻ ബദരീങ്ങളെ കാണുന്നുണ്ട്. അവിടുത്തെ മകനായ മുഹമ്മദ് എന്നവർ ചോദിച്ചു, ഉപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? മോനെ, നമ്മൾ പിടിച്ചിരിക്കുന്ന മാർഗവും ചലിക്കുന്ന മാർഗവും അഹ്ലുസുന്ന വൽ ജമാഅയും അതെല്ലാം ഹക്കാണ് മോനെ എന്നാണ് അതിന്റെ തെളിവ്. ഞാൻ റസൂലുള്ളാനെ കണ്ട് കണ്ണടയ്ക്കാൻ പോവുകയാണെന്ന് ചിരിച്ചുകൊണ്ട് വിട പറഞ്ഞ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ, അവരെ പോലെ നമ്മുടെയൊക്കെ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഹനീഫ ഉസ്താദ് റബ്ബിന്റെ മുനാജാത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ ആ വഴിയാണ് ശരിയായ വഴിയും കൃത്യമായ പാതയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും എന്നൊക്കെ മനസ്സിലാക്കി അതിൽ പ്രവർത്തിക്കാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ വിഷമങ്ങളും മാറ്റി പ്രയാസങ്ങൾ നീക്കി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ബർസഖി ലോകങ്ങളെല്ലാം ഹബീബായ തങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കി നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുമുള്ള സന്തോഷം അല്ലാഹു നമ്മൾക്ക് ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കും.